സെവൻത് സെമിസ്റ്റർ ഓൺലൈൻ ട്യൂഷൻ്റെ 47ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2 യൂണിറ്റ് 3യുടെ ലാസ്റ്റ് പാർട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത്യാവശ്യം കുറച്ച് ടെർമിനോളജീസും 5 മാർക്കിൻ്റെ എസ്സേ ഒക്കെ വരുന്ന പോർഷൻസാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ബാലൻസ് സിലബസ് ഒന്ന് നോക്കാം. ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മോർബിഡിറ്റി, മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, കാൽക്കുലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, എങ്ങനെയാണ് മോർബിഡിറ്റി മോർട്ടാലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ സർവൈലൻസ്, IDSP എന്താണ്, പിന്നെ MCTS ഇൻ ഇന്ത്യ, പിന്നെ അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ, യൂസ് ഓഫ് ഡേറ്റ, കോമൺ സാമ്പിളിംഗ് ടെക്നിക്സ്, അതായത് നമ്മുടെ റിസർച്ചിൽ പഠിക്കുന്ന പോർഷൻസ് ആണ്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ചിനകത്ത് പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും. പിന്നെ ഡിസ്അഗ്രിഗേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കൂടുതലും നമുക്ക് പല റേറ്റുകളും റേഷ്യോസും ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഓരോ റേറ്റും റേഷ്യോസും എന്താണ്, എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, മോർബിഡിറ്റി മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഡെഫിനിഷൻ, കാൽക്കുലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഇന്ന് നമ്മുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സും മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സും എന്തൊക്കെയാണ്, അവ ഓരോന്നിൻ്റെയും ഡെഫിനിഷനും അതിൻ്റെ കാൽക്കുലേഷൻസും അതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നോക്കാം. ആദ്യം നമുക്കതിൽ മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. എന്താണ് മോർബിഡിറ്റി എന്ന് പറയുന്നത്? അതായത് ഡിസീസ് റേറ്റ് ആണ് ഈ മോർബിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്യൂബർക്ലോസിസിൻ്റെ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ട്യൂബർക്ലോസിസ് വരുന്നു, അതാണ് മോർബിഡിറ്റി ഡേറ്റ എന്ന് പറയുന്നത്. എന്നാൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാലോ, ഒരു അസുഖം വന്നോ അല്ലാതെയോ മരിക്കുന്ന ആൾക്കാരുടെ ഡെത്ത് റേറ്റ് ആണ് മോർട്ടാലിറ്റി ഡേറ്റ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഈസ് എ വാല്യൂ ഡിസ്ക്രൈബിംഗ് ദ പ്രസൻസ് ഓഫ് ഡിസീസ് in the population or the degree of risk of an event. The incident rate, prevalence and attack rate are common application of this concept in epidemiology. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5ാമത്തെ സെമസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എപ്പിഡമിയോളജി പഠിച്ചിരുന്നു. ഓരോ അസുഖങ്ങളുടെയും, ഓരോ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെയും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെയും എപ്പിഡമിയോളജി എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത്, അതിൽ പ്രിവലൻസ്, ഇൻസിഡൻസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം പറഞ്ഞിരുന്നു. ഇനി ഇവിടെ നോക്കൂ, ചില മോർബിഡിറ്റി റേറ്റുകൾ ഏതൊക്കെയാണ്. 1, ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. നോട്ടിഫിക്കേഷൻ റേറ്റ്, അറ്റൻഡൻസ് റേറ്റ് at outpatient department and health center, admission, readmission and discharge rate, duration of stay in hospital, spells of sickness or absence from work or school, etc. അതായത് ഓരോ ഡിസീസ് കാരണവും എത്ര ആൾക്കാർക്ക് ഈ രോഗം വരുന്നു, അതിൽ എത്ര പേര് തിരിച്ചറിയുന്നു, എത്ര പേര് ഔട്ട് പേഷ്യൻ്റ് OPD ഡിപ്പാർട്ട്മെൻറ്റിലും ഹെൽത്ത് സെൻ്ററിലും വന്നു പോകുന്നു, എത്ര പേരെ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീഅഡ്മിറ്റ് ചെയ്യുന്നു, എത്ര പേരെ ഡിസ്ചാർജ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ എത്ര നാളോളം അവർക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു, ഈ ഒരു സിക്നസ് കാരണം അവരുടെ വർക്കിനെയോ സ്കൂളിനെയോ ഒക്കെ എത്രത്തോളം ഇത് ബാധിക്കുന്നു, ഈ തരത്തിലുള്ള എല്ലാ ഡേറ്റാസും നമ്മളിവിടെ ഈ ഒരു മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മോർബിഡ് കണ്ടീഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിപ്പാർച്ചർ, subjective or objective, from a state of physical or mental well-being as a result of either disease or injury. ഒരു അസുഖം കാരണമോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കാരണമോ ഫിസിക്കലിയോ മെൻ്റലിയോ ആൾക്കാർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, അതിനെയാണ് ഈ മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. According to World Health Organization, morbidity can be measured by assessing and analyzing. എന്തൊക്കെ അസസ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ അനലൈസ് ചെയ്യണം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് മോർബിഡിറ്റി, നമുക്ക് ആളുകളുടെ മോർബിഡിറ്റി അസസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ദ പേഴ്സൺ ഹൂ വെയർ ഇൽ, ആരൊക്കെ എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്ത് അസുഖങ്ങളാണ്, ആരൊക്കെയാണ് ഇല്ലായിട്ടുള്ളത്, എന്ത് അസുഖങ്ങളാണ്, എന്ത് ഇൽനെസ്സാണ് അവർക്കുണ്ടാകുന്നത്, എത്രത്തോളം കാലാവധി, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഇവയാണ് നമ്മൾ കൂടുതലായിട്ട് അസസ് ചെയ്ത് അനലൈസ് ചെയ്ത്. സോ ഫസ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി, അതായത് എത്ര തവണ ആൾക്കാർക്ക് ഇത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നത് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. ഇൻസിഡൻസ് റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിങ് in a defined population during a specific period of time. 2026 ഇൻസിഡൻസ് ഓഫ് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞാൽ 2026 തീരുമ്പോൾ കണക്കാക്കും
പുതുതായിട്ട് അതിന് മുന്നേ 2025 അവസാനം വരെ ഡയഗ്നോസ് ചെയ്തതല്ല, 2026 വർഷത്തിൽ 2026 വർഷത്തിൽ പുതുതായിട്ട് TB എത്ര പേർക്ക് ഡയഗ്നോസ് ചെയ്തു. അതും ചിലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ കർണാടകയിൽ അല്ലെങ്കിൽ ലോകത്ത് എന്നുള്ള രീതിയിൽ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ, എല്ലാം എങ്ങനെയെങ്കിലും എന്നല്ല, എവിടെ നിന്നെങ്കിലും എന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷനിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പീരീഡിൽ എത്ര പുതിയ കേസസ് ഒരു ഡിസീസിൻ്റെ ഉണ്ടായി, അതിനെ ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്. ദ ന്യൂമറേറ്റർ ടു കാൽക്കുലേറ്റ് ദ ഇൻസിഡൻറ്റ് റേറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ന്യൂ കേസസ്. അവിടെ പുതുതായിട്ടുള്ള കേസസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, പഴയ കേസസ് ഇല്ല. യൂസസ് ഓഫ് ഇൻസിഡൻറ്റ് റേറ്റ്സ് ഓഫ് ദ ഡിസീസ്, ഇത് എന്തിനാണ് നമുക്ക് ഈ ഒരു പുതിയ കേസുകളുടെ എണ്ണം എടുക്കുന്നത്, എന്തിന് സഹായിക്കും? ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു പർട്ടിക്കുലർ ഹെൽത്ത് പ്രോബ്ലം. ഏത് ഡിസീസിൻ്റെ ഇൻസിഡൻസ് റേറ്റ് ആണോ നമ്മൾ എടുത്തത്, ആ ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, ആർക്കൊക്കെയാണ് ഇതുണ്ടാകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ഇൻസിഡൻസ് സഹായിക്കും. അതുപോലെ ഒരു പോപ്പുലേഷൻ തന്നെ എത്ര പെട്ടെന്ന് ഈ രോഗം പടരുന്നു, സ്പീഡ് ഓഫ് ഡിസീസ് ഒക്കറൻസ്, എത്ര പെട്ടെന്ന് ഇതുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഡിസീസിൻ്റെ ഇൻസിഡൻസ് റേറ്റ് സഹായിക്കും. സോ ദീസ് ആർ ദ 2 യൂസസ് ഓഫ് ഇൻസിഡൻറ്റ് റേറ്റ്സ് ഓഫ് എ ഡിസീസ്. ഇനി ഇൻസിഡൻസ് റേറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ന്യൂമറേറ്റർ ഹാസ് ടു കം ഫ്രം പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഫോർ developing disease. Number of new cases of specific disease during given time period. എങ്ങനെയാണ് ഇൻസിഡൻസ് റേറ്റ് കണക്കാക്കുന്നത്? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പുതുതായിട്ട് എത്ര പേർക്ക് ഈ ഒരു ചെറിയ കാലയളവിൽ ഈ ഒരു രോഗം ഉണ്ടായി. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ്റെ റിസ്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, എത്ര ആൾക്കാർക്ക് അതിൽ ആ ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടായിരുന്നു. സോ 1000 പേർക്ക് റിസ്ക് ഉണ്ടായിരുന്നതിൽ 10 പേർക്കുണ്ടായി എന്ന് പറയും, ആ ഡിസീസ് വന്നു എന്ന് പറഞ്ഞാൽ 10/1000 into 1000. ഓക്കെ, ഇനി 500 പേർക്കാണ് 5000 പേർ ഉണ്ടായിരുന്നു, അതിൽ 10 പേർക്ക് പുതുതായിട്ട് വന്നുവെങ്കിൽ 10/5000 into 1000. ഇങ്ങനെയാണ് ഇൻസിഡൻസ് റേറ്റ് കണക്കാക്കുന്നത്. ഓക്കെ, denominator may change over time as a people develop disease. Denominator does not include persons with disease. Already disease ഉള്ള ആൾക്കാരല്ല, റിസ്ക് ഉള്ള ആൾക്കാരെന്നാണ് നമ്മളിവിടെ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ്, അപ്പോൾ ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലായി. പുതുതായിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇൻസിഡൻസ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, പ്രിവലൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ കറണ്ട് കേസസ്, അതായത് പുതിയതും പഴയതും, എക്സിസ്റ്റിംഗ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം. അതായത് 2026 TBയുടെ പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ 2025 വരെ ഉള്ള കേസുകളും 2026 പുതിയ കേസുകളും രണ്ടും ആഡ് ചെയ്ത് കറൻ്റ്ലി എത്ര കേസ് ഇപ്പോൾ ഉണ്ട്, അതായത് അസുഖം വന്ന് ട്രീറ്റ് ചെയ്തതല്ല, കറൻ്റ്ലി ഇപ്പോൾ പഴയതും പുതിയതും ഒക്കെ ആയിട്ട് ടോട്ടലി എത്ര കേസസ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഹൂ ഹാവ് ആൻ ആട്രിബ്യൂട്ട് or disease at a particular time in a defined population at midway through the period or point in time. Prevalent rate is a ratio. അതൊരു റേഷ്യോയും കൂടെ ആണ്. ന്യൂമറേറ്റർ ടു കാൽക്കുലേറ്റ് പ്രിവലൻസ് റേറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഓൾഡ് ആൻഡ് ന്യൂ കേസസ്. പഴയ കേസസും പുതിയ കേസസും അവിടെ പ്രിവലൻസിൽ വരുന്നുണ്ട്. ഇൻസിഡൻസ് മീൻസ് ഓൺലി ന്യൂ കേസസ്, പ്രിവലൻസ് മീൻസ് ഓൾഡ് ആൻഡ് ന്യൂ കേസസ്. പ്രിവലൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പോയിന്റ് പ്രിവലൻസും ഉണ്ട്, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതാണ് കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. പോയിന്റ് പ്രിവലൻസും ഉണ്ട്, പീരീഡ് പ്രിവലൻസും ഉണ്ട്. എന്താണ് പോയിന്റ് പ്രിവലൻസ്? പോയിന്റ് പ്രിവലൻസ് ഓഫ് എ ഡിസീസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടോട്ടൽ നമ്പർ ഓഫ് കറന്റ് കേസസ് ഓൾഡ് ആൻഡ് ന്യൂ ഓഫ് എ ഡിസീസ് അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ഇൻ റിലേഷൻ ടു ഡിഫൈൻഡ് പോപ്പുലേഷൻ. അതായത് നമ്മൾ പറയുന്നു ഇന്ന് എന്നുള്ള അർത്ഥം, ഒരു പോയിന്റ് ഓഫ് ടൈം അതിലും മാത്രമായിട്ടുള്ള കാൽക്കുലേഷൻ, പഴയതും പുതുതായിട്ട് ഇന്ന് എത്ര കേസ് ഇതിൽ പ്രിവലൻ്റ് ആണ്. പോയിന്റ് പ്രിവലൻസ് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓൾ കറണ്ട് ഓഫ് എ, അതായത് കറണ്ട് കേസസ് എന്ന് പറഞ്ഞാൽ പഴയതും ന്യൂ ആൻഡ് ഓൾഡ് സ്പെസിഫിക് ഡിസീസ് എക്സിസ്റ്റ് അറ്റ് എ ഗിവൺ പോയിന്റ് ടൈം. ഒരു കൃത്യമായിട്ടുള്ള സമയം, ആ ഒരു പോയിന്റ് ടൈമിൽ എത്ര കേസസ് ഇന്ന് നിലവിലുണ്ട്. അതുപോലെ അതിൻ്റെ ഡിനോമിനേറ്റർ എന്താ പറയുന്നത്? എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഇൻ ടൈം. ഡിനോമിനേറ്ററിലെ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ അറ്റ് സെയിം പോയിന്റ് ഇൻ ടൈം, അതായത് അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു സെയിം പോയിന്റ് ഓഫ് ടൈമിൽ അവിടെ എത്ര ആൾക്കാർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുന്നത്. ഇൻറ്റു 100.
ഓക്കെ, അവിടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് പ്രിവലൻസ് റേറ്റ്. പോയിന്റ് പ്രിവലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രിവലൻസ് ഒരു പോയിന്റ് ടൈമിൽ, 1 point in ടൈമിൽ മാത്രമായിട്ട് നോക്കുന്നതാണ് പോയിന്റ് പ്രിവലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പീരിയഡ് പ്രിവലൻസ് എന്താണെന്ന് നോക്കാം. It is a frequency of all current cases, new and old, existing during a defined period of time. അപ്പോൾ നമ്മൾ പറയുകയാണ് 2026 ജനുവരി മുതൽ 2027 ജനുവരി വരെ എന്നുള്ള ഒരു പീരീഡ് ഓഫ് ടൈം. അതോടെ പോയിന്റ് ഓഫ് ടൈം അല്ല, പീരീഡ് ഓഫ് ടൈം ആണ് അല്ലേ. ആ സമയത്ത് ടോട്ടലി നമ്മൾ കറണ്ട് കേസസ്, അതായത് ന്യൂവും ഓൾഡുമായിട്ടുള്ള ടോട്ടലി കറണ്ട് കേസസിനെയാണ് എന്ത് പറയുക, പീരീഡ് പ്രിവലൻസ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് കേസസ് ന്യൂ ആൻഡ് ഓൾഡ് ഓഫ് എ സ്പെസിഫൈഡ് ഡിസീസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ഇന്റർവെൽ, ഒരു സമയം ഡ്യൂറേഷൻ കൊടുത്ത് പറയുകയാണെങ്കിൽ അതിന് പീരീഡ് പ്രിവലൻസ് എന്ന് പറയുന്നു. സോ പ്രിവലൻസ് എന്താണെന്ന് പറഞ്ഞു, അടുത്ത അതിൻ്റെ 2 ടൈപ്പ് പോയിന്റും പീരീഡും പറഞ്ഞു. നെക്സ്റ്റ് യൂസസ് ഓഫ് പ്രിവലൻസ്. എന്തിനാണ് ഈ ഒരു പ്രിവലൻസ് റേറ്റ് കണക്കാക്കുന്നത്? പ്രിവലൻസ് റേറ്റ്സ് ആർ ഹെൽപ്ഫുൾ ടു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഫോർ എസ്റ്റിമേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഫോർ ഫർദർ പ്ലാനിങ്. അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ ജവഹർ നഗർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. സോ അവിടെ ഒരു PHSC ഉണ്ടെന്ന് വിചാരിക്കുക. ആ PHSCയിലെ നേഴ്സാണ് നിങ്ങളെന്ന് വിചാരിക്കുക, നഴ്സിംഗ് ഓഫീസറാണ് നിങ്ങളെന്ന് വിചാരിക്കുക. സോ നിങ്ങളാണ് അവിടെയുള്ള പേഷ്യൻസിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരാൾ, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ്. സോ യു ഷുഡ് നോ ഓൾഡ് ആൻഡ് ന്യൂ കേസസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലേറിയ എന്ന് പറയുന്ന രോഗം. ആ രോഗം എത്ര പേർക്ക് ജവഹർ നഗർ എന്നുള്ള ഒരു ആ സ്ഥലത്ത് എത്ര പേർക്ക് പഴയതായിട്ടും, ന്യൂ കേസസ് മാത്രമല്ല ന്യൂ പ്ലസ് ഓൾഡ് കേസസ് ടോട്ടലി എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിനുവേണ്ട മെഡിക്കേഷൻസ് കൊടുക്കാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ നമുക്കുള്ള റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് നടത്താനും പറ്റത്തുള്ളൂ. സോ we should have one clear idea about the prevalence of some communicable disease for the allocation of resources and health planning. Next one, it helps to estimate the cost of services towards the medicine, hospital beds and medical equipments. നമ്മൾ ഒരു ഏരിയയിൽ നഴ്സിംഗ് ഓഫീസർ ആവുമ്പോൾ ഒപ്പം തന്നെ നമുക്ക് അറിയണം എത്ര ആൾക്കാർ ഈ രോഗം വന്ന് ഈ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എത്ര രൂപയുടെ മെഡിസിൻ നമുക്ക് വേണ്ടി വരും, എത്ര ബെഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമുക്ക് എത്രത്തോളം വേണം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണം, ഇതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. സപ്പോസ് വളരെ കുറവുള്ള ഒരു അസുഖമാണെങ്കിൽ ആ നാട്ടിൽ അധികം ആർക്കും ഇല്ലാത്തൊരു അസുഖമാകുമ്പോൾ അത്രയും വളരെ കുറച്ച് ഫണ്ടേ ആകത്തുള്ളൂ. എന്നാൽ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു അസുഖമാണെങ്കിൽ ഒരുപാട് ഫണ്ട് നമ്മളവിടെ കരുതേണ്ടിയിരിക്കും. സോ അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഈ പ്രിവലൻസ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇറ്റ് എൻഹാൻസസ് മോർ റിസർച്ച് ആക്ടിവിറ്റീസ് ടു നോ ദ പാറ്റേൺ ഓഫ് ഡിസീസ് ഓർ ഫൈൻഡ് ദ കാഷ്വൽ റിലേഷൻഷിപ്പ്. ഈ ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തുന്നത് റിസർച്ച് ആക്ടിവിറ്റീസിലൂടെയാണ്. ആ റിസർച്ചുകൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഈ പ്രിവലൻസ് റേറ്റ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് 2 മാർക്ക് ചോദിക്കാവുന്ന, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്. ഇൻസിഡൻസ് എന്താണ്, പ്രിവലൻസ് എന്താണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റാസ് തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ യൂസ്ഡ് ഫോർ calculating the incidence rates are all the new cases occurring given period of time. Here numerator used for calculating the prevalence rate are all cases present during a given period of time. Okay, ഇവിടെ denominator chosen the number of people risk for developing disease, denominator chosen is the number of numbers in population. അപ്പോൾ ഇതാണ് ഇൻസിഡൻസും പ്രിവലൻസും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് മോർബിഡിറ്റി ഡേറ്റ. ഈ ഒരു നമ്മൾ ഈ ഇൻസിഡൻസും പ്രിവലൻസും എന്ന് പറഞ്ഞത് ഡിസീസിൻ്റെ ഡേറ്റയാണ്, അതിനെയാണ് മോർബിഡിറ്റി ഡേറ്റ എന്ന് പറയുന്നത്. ഈ മോർബിഡിറ്റി ഡേറ്റ എന്തിനു സഹായിക്കും? ഫസ്റ്റ് വൺ, മോർബിഡിറ്റി ഡേറ്റ എക്സ്പ്ലെയിൻസ് the magnitude and nature of disease burden in the community and helps in setting priorities. ഓക്കെ, എത്രത്തോളം ആൾക്കാർക്ക് ഈ അസുഖമുണ്ട്, അത് എത്രത്തോളം കമ്മ്യൂണിറ്റിയിൽ ബേർഡൻ ആകുന്നുണ്ട്, അതിൽ ഏതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം, ഏതിനൊക്കെ കുറവ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ നമ്മളിത് സഹായിക്കും. നെക്സ്റ്റ്, മോർബിഡിറ്റി ഡേറ്റ ആർ കോംപ്രിഹെൻസീവ്, ആക്യുറേറ്റ് ആൻഡ് പ്രൊവൈഡ് relevant information on
പേഷ്യൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാൻ മോർട്ടാലിറ്റി റേറ്റ്. മോർബിഡിറ്റി റേറ്റ് നമുക്ക് കൃത്യമായിട്ട് ഓരോ പേഷ്യൻ്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ സിംറ്റംസ് അവിടെ ഉണ്ടായി, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഡേറ്റ ഈ ഒരു മോർബിഡിറ്റിയിലൂടെ കിട്ടും. എന്തിൽ കിട്ടുന്നതിനേക്കാൾ മോർട്ടാലിറ്റി ഡേറ്റയിൽ കിട്ടുന്നതിനേക്കാൾ. അതുപോലെ തന്നെ ഈ മോർബിഡിറ്റി ഡേറ്റ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡിസീസ് പ്രിവെൻഷന് സഹായിക്കും. കുറച്ചുകൂടി നല്ല എങ്ങനെയൊക്കെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള സ്റ്റെപ്സ് എടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ കണ്ടിന്യൂസ് ഈ ഒരു മോർബിഡിറ്റി ഡേറ്റ എന്ത് ചെയ്യുന്നു, നമ്മുടെ മോണിറ്ററിങ് പേഷ്യൻസിൻ്റെ ഡിസീസ് കൺട്രോൾ ചെയ്യാനും അവർ മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, അതിലെന്തൊക്കെയുണ്ട്, അതിൻ്റെ ഓരോ ടൈപ്സ്, അതിൻ്റെ യൂസസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമതുള്ളത് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മോർട്ടാലിറ്റി റേറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ഡെത്ത് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഓവർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം. ഒരു കൃത്യമായ കാലയളവിൽ എത്ര ആൾക്കാർ മരിക്കുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നു, എത്ര ഇടവിട്ടാണ് ആളുകൾ മരണപ്പെടുന്നത്, ഇതൊക്കെ കണക്കാക്കുന്നതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. എവറി കൺട്രി മെയിൻറ്റെയിൻസ് record on the number of people born and die every year and the main causes of their death in order to maintain well-functioning health systems. ഓരോ വ്യക്തിയും ജനിക്കുന്നതും മരിക്കുന്നതും നമ്മുടെ ഗവൺമെൻറ് കണക്കാക്കുന്നുണ്ട്. സോ അവിടെ മരണം എഴുതുമ്പോൾ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം കൂടെ എന്തുകൊണ്ടാണ് മരിച്ചത്, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻസിലാണ് മരിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണ് മരിച്ചത്, അല്ലെങ്കിൽ സിറോസിസ് ഓഫ് ലിവർ കൊണ്ടാണ് മരിച്ചത്, എന്താണ് കാരണം എന്നുള്ളത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ക്രൂഡ് ഡെത്ത് റേറ്റ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സിംപ്ലസ്റ്റ് മെഷർ ഓഫ് മോർട്ടാലിറ്റി ഈസ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 എസ്റ്റിമേറ്റഡ് mid-year population in 1 year in a given place. ഒരു സ്ഥലത്ത് ഒരു വർഷത്ത് മിഡ്-ഇയർ പോപ്പുലേഷനിൽ എത്ര പേർക്ക്, 1000 പേരിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കുന്നതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ഇയർ മിഡ്-ഇയർ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഫോർമുല ഓർത്തിരിക്കുക. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്രൂഡ് ഡെത്ത് റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിഡ്-ഇയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടൗൺ എയിൽ 25,000 ആയിരുന്നു. അവിടെ ഡെത്ത് കാരണം സംഭവിച്ചതായ ആ ഒരു വർഷത്തിൽ 1300 മരണം സംഭവിച്ചു. സോ ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1300 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 1000 ഈസ് ഈക്വൽ, അതായത് 5.2 ഡെത്ത് ഇയർലി പെർ 1000 പോപ്പുലേഷൻ. 1000 പേരിൽ 5.2 പേര് മരിക്കുന്നു ഓരോ വർഷവും എന്നുള്ളതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. നെക്സ്റ്റ് രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഈസ് ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് that will be lived by those born alive into the population if the current age specific mortality rates persist. അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഡിസീസസിൻ്റെ റേറ്റ് കമ്പയർ ചെയ്ത് ആവറേജ് ഓരോ കുഞ്ഞും നമ്മുടെ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എന്നുള്ളത് കണക്കാക്കുന്നതിനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള റേറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ, ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. അതായത് ഓരോ ഏജിനനുസരിച്ച് 5 വയസ്സിന് താഴെയുള്ളത്, 1 വയസ്സിന് താഴെയുള്ളത്, 10 വയസ്സിന് താഴെയുള്ളത്, 15 വയസ്സിന് താഴെയുള്ളത്, 25 വയസ്സിന് താഴെയുള്ളത്, 50 വയസ്സിന് താഴെയുള്ളത്, അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് സ്പെസിഫിക് റേറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും. Death rates can be expressed for age-specific groups in population which are defined by age. Age-specific death rate is defined as total number of death occurring in specific age group of the population. Example 20 to 24, 1 to 5. ആ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിൽ എത്ര പേര് മരിക്കുന്നു എന്നുള്ളതാണ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. ഇവിടെ നോക്കൂ, ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഇൻ ദ ഗിവൺ ഇയർ. ഈ വർഷത്തിൽ ഈ ഒരു സ്പെസിഫിക് ഏജിൽ ഉള്ള എത്ര പേര് മരണപ്പെട്ടു അത് ന്യൂമറേറ്ററും, ആ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഈ ഏജിലുള്ള എത്ര പേരുണ്ട് അത് ഡിനോമിനേറ്ററും ഇൻറ്റു 1000. അതായത് ഒരു 25,000 പേരുള്ള ഒരു ഗ്രൂപ്പിൽ 5,000 പേര് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. 1 to 4 years ആണ്. അപ്പോൾ 5,000 ആണ് അവിടെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എന്ത് വരും? അതിൽ 50 കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന്. അപ്പോൾ 50 അവിടെ മുകളിൽ വരും ഇൻറ്റു 1000.
1000 ക്യാൻസൽ ചെയ്യുന്നു, 10 എന്നുള്ളത് വരുന്നു. അപ്പം 1000 കുട്ടികളിൽ 10 പേര് ആ ഒരു വർഷത്തിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ആ ഒരു സെയിം പീരീഡിൽ മരണപ്പെടുന്നു എന്നുള്ള ഒരു ഫൈൻഡിങ്സ് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതുപോലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഏത് ഏജ് ഗ്രൂപ്പിലുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. നെക്സ്റ്റ് ഉള്ളത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ദാറ്റ് ഈസ് IMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെത്ത് അണ്ടർ 1 year ഓഫ് ഏജ്. 1 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ എത്ര കുട്ടികൾ മരിക്കുന്നു, അതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു IMR, നമ്പർ ഓഫ് ഡെത്ത് അണ്ടർ 1 year ഓഫ് ഏജ് ഇൻ ദ ഗിവൺ ഇയർ. അതായത് 2025 1 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിച്ചു? 25 പേര് മരിച്ചു. ഓക്കെ, 25 ബൈ ആ 1 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളുണ്ട് അവിടെ? അതായത് 1000 കുട്ടികളുണ്ട്. ഓക്കെ, ഇൻറ്റു 1000 ക്യാൻസൽ 25 പേരാണ് ഒരു വർഷത്തിൽ അവിടെ മരണപ്പെട്ടത്. ഓക്കെ, ഇത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. നെക്സ്റ്റ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. നമുക്കതവിടെ എന്താണ് ഈ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വയസ്സുള്ളവരെ കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനെയാണ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 5 വയസ്സിൽ അണ്ടർ 5 പ്രൊപ്പോർഷനേറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയാം. സെയിം ഇതുപോലെ അണ്ടർ 5 പ്രൊപ്പോർഷനേറ്റ് ഡേ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ ആ ഒരു വർഷത്തിൽ മരണപ്പെട്ടു, ടോട്ടലി 5 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ടോട്ടലി നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ സെയിം പീരീഡ് എത്രയാണ്, ഇൻറ്റു 100 അണ്ടർ 5 പ്രൊപ്പോർഷനേറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡൽട്ട് മോർട്ടാലിറ്റി റേറ്റ്. അതും ഇതുപോലെ തന്നെ എത്ര പേര് 15 വയസ്സിന് മേലെ 60 വയസ്സിനകത്തുള്ള എത്ര പേരിന് മരണപ്പെട്ടു 1000 പേരിൽ, അതിനെയാണ് അഡൽട്ട് മോർട്ടാലിറ്റി റേറ്റ്. നെക്സ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് പെർ 1 lakh ലൈവ് ബർത്ത്. 1 ലക്ഷം കുട്ടികൾ ആരോഗ്യമായിട്ട് ജനിക്കുമ്പോൾ എത്ര അമ്മമാർ മരണപ്പെടുന്നു, അതിനെയാണ് നമ്മൾ ഇവിടെ റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. 1 lakh കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. നെക്സ്റ്റ് മെറ്റേണൽ ഓർ പ്യൂപ്പറൽ മോർട്ടാലിറ്റി റേറ്റ്. പ്യൂപ്പറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊപ്പോർഷണൽ ഡെത്ത് ഓർ റീപ്രൊഡക്റ്റീവ് പീരീഡിലുള്ള സമയത്തുള്ള ഡെത്തിനെയാണ് മെറ്റേണൽ ഓർ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഉണ്ട്. ഓരോ ഡിസീസസ് വെച്ചിട്ട് ട്യൂബർക്ലോസിസ് കാരണം എത്ര പേര് മരിച്ചു, അല്ലെങ്കിൽ മലേറിയ കാരണം എത്ര പേര് മരിച്ചു, ഡെങ്കു കാരണം എത്ര പേര് മരിച്ചു, നിപ്പ കാരണം എത്ര പേര് മരിച്ചു, കൊറോണ കാരണം എത്ര പേര് മരിച്ചു, അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡെത്ത് റേറ്റും ഏജ് സ്പെസിഫിക് ആയിട്ടും സെക്സ് സ്പെസിഫിക് ആയിട്ട്, അതായത് പെൺകുട്ടികൾ എത്ര പേര്, ആൺകുട്ടികൾ എത്ര പേരുണ്ട്, 5 വയസ്സിന് താഴെയുള്ളതിൽ 5 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ എത്ര പേര്, 5 വയസ്സിന് മേലെയുള്ള പെൺകുട്ടികൾ എത്ര പേര്, അങ്ങനെ പല റേറ്റുകൾ നമുക്കിവിടെ കണക്കാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത മോർട്ടാലിറ്റി മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് റീപ്രൊഡക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് റീപ്രൊഡക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജന്മം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് റീപ്രൊഡക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതിൽ ഒന്നാമത്തേത് ബർത്ത് റേറ്റ് ആണ്. അതായത് ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഡ്യൂറിങ് ദ ഇയർ. എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിച്ചു, പിന്നെ ഡിവൈഡഡ് ബൈ എന്താണ് എസ്റ്റിമേറ്റഡ് മിഡ് ഇയർ പോപ്പുലേഷൻ. ടോട്ടലി പോപ്പുലേഷൻ എത്രയാണെന്നത് മിഡ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇൻറ്റു 1000. ദാറ്റ് ഈസ് ബർത്ത് റേറ്റ്. നെക്സ്റ്റ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്? GFR, ഗ്ലോമലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ല, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ആൻ ഏരിയ ഡ്യൂറിങ് ദ ഇയർ. ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ അവിടെ ജീവനോടെ ജനിച്ചു. എന്നിട്ട് ഇവിടെ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ മിഡ് ഇയർ ഫീമെയിൽ 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള എത്ര സ്ത്രീകൾ അവിടെ മിഡ് ഇയർ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ ഡിനോമിനേറ്റർ ആക്കുന്നു, ഇൻറ്റു 1000. ദാറ്റ് ഈസ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. നെക്സ്റ്റ് ജനറൽ മെറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഫോർ 1000 മാരീഡ് വുമൺ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ്. 1000 കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ, അതായത് 15 വയസ്സിനും 49 വയസ്സിലുള്ള സ്ത്രീകൾക്കിടയിൽ 1000 കല്യാണം കഴിഞ്ഞവരിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ടായി, അതിനെയാണ് നമ്മൾ ജനറൽ മെറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഏജ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റ് പറയാം. 15 വയസ്സ് മുതൽ 25 വയസ്സ്, 25 വയസ്സിൽ 35 വയസ്സ്, 35 വയസ്സ് മുതൽ 50 വയസ്സ്, അങ്ങനെ ഏജ് സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ ഏജിലുള്ള എത്ര ആളുകൾ പുതിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, അതിൽ ടോട്ടലിയുള്ള പോപ്പുലേഷൻ എത്രയാണ്, ഇൻറ്റു 1000. അതുപോലെ ഏജ് സ്പെസിഫിക് മെറൈറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ്, വിവാഹം കഴിഞ്ഞ്
15 വയസ്സിന് 25 വയസ്സിനുള്ള എത്ര ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് 15 വയസ്സ് 25 വയസ്സും 35 വയസ്സിനും ഇടയിലുള്ള എത്ര പേർ ജന്മം കൊടുത്തു. അങ്ങനെ ഏജ് സ്പെസിഫിക് ആയിട്ട് മെരിറ്റൽ ഫെർട്ടിലിറ്റി റേറ്റ് നോക്കാറുണ്ട്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Total fertility rate defined as number of children that would be born to a woman if she were to live to the end of her childbearing years and bear children in accordance with the current age-specific fertility rate. Total fertility rate is the sum of age-specific birth rate and for females of a specified geographic area during the period of multiple by 5. ഓക്കെ, നമുക്ക് ടോട്ടലി ഒരു കൃത്യമായിട്ടുള്ള ബർത്ത് റേറ്റ് എത്രയാണോ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? NRR, നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. നെറ്റ് റൺ റേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, NRR. അതുപോലെ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ഈസ് ഡിഫൈൻഡ് as നമ്പർ ഓഫ് ഡോട്ടേഴ്സ് എ ന്യൂ ബോൺ ഗേൾ വിൽ ബിയർ during her lifetime assuming fixed age specific fertility and mortality rate. Net reproductive rate എന്ന് പറഞ്ഞാൽ birth minus death by population size or to get a percentage from multiply by 100. ബർത്തിൽ നിന്ന് ഡെത്ത് മൈനസ് ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പോപ്പുലേഷൻ്റെ ടോട്ടൽ സൈസ് അത് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് കിട്ടുന്നു. ഇത്ര കുട്ടികൾ ജനിച്ചു, അതിൽ ഇത്ര കുട്ടികൾ മരിച്ചു, ഇത്ര ആൾക്കാരിൽ ഇത്ര പേരിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് കിട്ടുന്നു. അതുപോലെ ക്രൂഡ് മാരേജ് ഡേറ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മാരേജസ് ഇൻ ദ ഇയർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. നെക്സ്റ്റ് ജനറൽ മാരിറ്റൽ റേറ്റ്, പ്രഗ്നൻസി റേറ്റ്, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. പ്രഗ്നൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര പേര്, ലൈവ് ബർത്ത്, ഇൻഡ്യൂസ്ഡ് അബോർഷൻ, ഫീറ്റൽ ഡെത്ത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രഗ്നൻസിയും, പിന്നെ 15 വയസ്സിന് 44 വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളുടെ എണ്ണവും, ഇത് രണ്ടും വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രഗ്നൻസി റേറ്റ്. അതുപോലെ തന്നെ അബോർഷൻ റേറ്റും ചൈൽഡ് വുമൺ റേഷ്യോവും കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് കോമൺ ആയിട്ട് ഒരുവിധം നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ റേഷ്യോസും റേറ്റുകളെല്ലാം തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സർവൈലൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഓൺഗോയിങ് systemic collection, analysis, interpretation and dissemination of data regarding a health related event for use in public health action to reduce morbidity and mortality and to improve health. So നമ്മുടെ പബ്ലിക്കിൻ്റെ ആരോഗ്യം, ജനങ്ങളുടെ ആരോഗ്യം കൂട്ടാനും അവരുടെ അസുഖങ്ങളെല്ലാം കുറയ്ക്കാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൺഗോയിങ് ആയിട്ടുള്ള സിസ്റ്റമിക് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ഈവൻസിൻ്റെ അത് ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഡിസമിനേറ്റ് ചെയ്യുന്നു, അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇതിനെയാണ് സർവൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സർവൈലൻസിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, IDSP. 2 മാർക്കിനോ 5 മാർക്കിന് റെയർ ആണ്, എന്നാൽ പോലും ചോദിക്കാം. പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സർവൈലൻസ്, എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം, അല്ലെങ്കിൽ IDSP എന്ന് പറഞ്ഞ് മാത്രമായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ IDSP എന്താണെന്ന് നോക്കാം. IDSP മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രദേശത്ത് ഒരു ഡിസീസ് പടരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ സർവൈലൻസ് നടത്തുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഈസ് എ ഡീസെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് ബേസ്ഡ് സർവൈലൻസ് പ്രോഗ്രാം launched in November 2004 with the funding support from World Bank. ലോക ബാങ്ക് അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടി 2004 നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് രാജ്യത്തിനുള്ളിൽ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ലോകമെമ്പാടുമുള്ള ഓരോ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സർവൈലൻസ് പ്രോഗ്രാം നടക്കുന്നത്. പബ്ലിക് ഹെൽത്ത് സർവൈലൻസ് എംബോഡീസ് എ സിസ്റ്റമിക് സൈക്കിൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ഷൻസ്. ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സീരീസ് ഓഫ് ആക്ഷൻസ്, ഒരു പ്രോസസ്സുകളുണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? ടോട്ടലി 5 സ്റ്റെപ്പായിട്ട് ഇത് പറയുന്നു. ഫസ്റ്റ് വൺ ഡേറ്റ കളക്ഷൻ, സെക്കൻഡ് വൺ ഡേറ്റ അനാലിസിസ്, തേർഡ് വൺ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ,
Fourth one, data dissemination. And fifth one, link to action. So what are the 5 actions of integrated disease surveillance program? First one, data collection. Second one, data analysis. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡേറ്റ അനാലിസിസ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുന്നു, ആ റിസൾട്ട് അടുത്ത പ്രവൃത്തിയിൽ വരുന്നതാണ് ലിങ്ക് ടു ആക്ഷൻ. സോ നൗ യു അണ്ടർസ്റ്റുഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് IDSP or else Integrated Disease Surveillance Program. So next, what are the objectives of IDSP? IDSPയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു സ്ട്രെങ്തൻ ഓർ മെയിൻറ്റെയിൻ എ ഡീസെൻട്രലൈസ്ഡ് ലബോറട്ടറി ബേസ്ഡ് IT-enabled disease surveillance system for epidemic prone diseases to monitor disease trends and to detect and respond to outbreaks in early rising phase through trained rapid response team. ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം എന്തിനാണെന്ന് പറഞ്ഞാൽ, നമുക്ക് രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും ഓരോ പ്രദേശങ്ങളിലും ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറികൾ ഉണ്ടായിരിക്കുക, അതും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് പെട്ടെന്നൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് പടരുന്നു, അതിൻ്റെ ആ ഒരു പടർച്ചയുടെ ആ ഒരു പകർച്ചവ്യാധി ആദ്യം ഉണ്ടാകുന്ന ഒരു ഔട്ട്ബ്രേക്ക് സംഭവിക്കുന്ന ആദ്യത്തെ ഫേസിൽ തന്നെ വളരെ പെട്ടെന്ന് അതിന് വേണ്ട പ്രിവെൻറ്റീവ് സ്റ്റെപ്സുകളും ട്രെയിൻ റാപ്പിഡ് ആയിട്ടുള്ള റെസ്പോൺസ് ടീമും ഒക്കെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IDSP വന്നിരിക്കുന്നത്. മറ്റൊരു ഒബ്ജക്റ്റീവ്, ടു എസ്റ്റാബ്ലിഷ് എ ഫങ്ഷണൽ മെക്കാനിസം ഫോർ ഇന്റർസെക്ടറൽ കോർഡിനേഷൻ ടു ടാക്കിൾ ദ സൂണോട്ടിക് ഡിസീസസ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലോട്ട് വരുന്ന സൂണോട്ടിക് ഡിസീസസ് അവ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതും IDSPയുടെ ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ സൈക്കിൾ ഇവിടെ ഒരു പിക്ചറിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, സൈക്കിൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രോഗ്രാം കമ്പോണൻസ്? ഇൻ്റഗ്രേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് സർവൈലൻസ് ആക്ടിവിറ്റീസ് through establishment of surveillance units at center, state and district level. സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഇതിൻ്റെ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുക, അതാണ് ഫസ്റ്റ് കമ്പോണൻസ്. രണ്ടാമത്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ഓഫ് സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസേഴ്സ്, റാപ്പിഡ് റെസ്പോൺസ് ടീം ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസീസ് സർവൈലൻസ്. നമ്മുടെ ഓരോ പ്രദേശത്തും ഓരോ ഡിസീസിൻ്റെ സർവൈലൻസ് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഓഫീസേഴ്സാണ്, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഓഫ് സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസേഴ്സും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസേഴ്സും, അതുപോലെ പെട്ടെന്നൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, പെട്ടെന്നൊരു പകർച്ചവ്യാധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി റെസ്പോണ്ട് ചെയ്യാനുള്ള ടീമും, അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ്, പാരാമെഡിക്കൽ പ്രൊഫഷണൽസും ഒക്കെ അവിടെ റെഡിയാക്കുക. ഇത് രണ്ടാമത്തെ കമ്പോണൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ പ്രോഗ്രാം കമ്പോണൻറ്റ്, യൂസ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, IT. ഓക്കെ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ കളക്ഷൻ, കൊളാബറേഷൻ, കമ്പൈലേഷൻ, അനാലിസിസ്, ഡിസമിനേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്ത് അത് കലേഷൻ ചെയ്ത് കമ്പൈലേഷൻ ചെയ്ത് അനാലിസിസ് നടത്തി അതിൽ നിന്ന് ഫൈനൽ റിസൾട്ട് കൊണ്ടുവരിക, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ, അതും മൂന്നാമത്തെ കമ്പോണൻറ്റ്. നെക്സ്റ്റ്, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് സ്ട്രെങ്തൻ ചെയ്യുക. ലാസ്റ്റ് വൺ, ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ, ഓരോ സെക്ഷൻസും, അനിമൽ ഹെൽത്തും വൈൽഡ് ലൈഫും എൻവയോൺമെൻറ്റലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി, ഓരോ സംസ്ഥാനത്തിലുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം ഇൻ്റർസെക്ടറൽ പരസ്പരമുള്ളൊരു കോർഡിനേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ ദീസ് ആർ ദ പ്രോഗ്രാം കമ്പോണൻസ്. ഇവിടെ നമ്മൾ 5 കമ്പോണൻസ് പറഞ്ഞു. ഒന്ന്, അവിടെ സർവൈലൻസ് ആക്ടിവിറ്റി സെൻട്രൽ ലെവലും സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവലിലും സർവൈലൻസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുക. അതിന് വേണ്ട ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുക, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് കമ്പൈലേഷൻ നടത്തി അനാലിസിസ് നടത്തി അതിൽ നിന്ന് ഡേറ്റ ഡിസമിനേറ്റ് ചെയ്യുക. പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി സ്ട്രെങ്തൻ ചെയ്യുക. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിലുള്ള അനിമൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ പരസ്പരം ഒരു ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കും. സോ ദീസ് ആർ ദ പ്രോഗ്രാം കമ്പോണൻസ് ഓഫ് IDSP, ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സെൻട്രൽ സർവൈലൻസ് യൂണിറ്റ് ഉണ്ട്,
അതായത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ആൻഡ് ഫിനാൻഷ്യലി വിത്ത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ NCDC ഡൽഹിയിലാണ് സെൻട്രൽ സർവൈലൻസ് യൂണിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സർവൈലൻസ് യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് SSU, വൺ ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ യൂണിയൻ ടെറിട്ടറിയിലും ഓരോ സ്റ്റേറ്റ് സർവൈലൻസ് യൂണിറ്റ് ഉണ്ട്. അവിടെ 7 കോൺട്രാക്ച്വൽ സ്റ്റാഫും അവിടെ ഉണ്ടായിരിക്കും. ഒരു സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസറും പിന്നെ 7 കോൺട്രാക്ച്വൽ സ്റ്റാഫും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെൻട്രൽ ഓഫീസും സ്റ്റേറ്റ് ഓഫീസും കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ഓഫീസുണ്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും റെഗുലർ ഓഫീസറായിട്ട് ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ DSO കൂടാതെ 3 കോൺട്രാക്ച്വൽ സ്റ്റാഫും കാണും. അതും കഴിഞ്ഞ് സെൻട്രൽ സർവൈലൻസ് യൂണിറ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിലിൻ്റെ ആവശ്യം ഇല്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ. അതിപ്പോൾ ഇത്ര മാത്രം മതി, നിങ്ങൾ ഈ ഒരു ലെവൽ മാത്രം അറിഞ്ഞാൽ മതി. ഓർഗനൈസർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 ലെവലിലാണ് വരുന്നത്: സെൻട്രൽ സർവൈലൻസ് യൂണിറ്റും സ്റ്റേറ്റ് സർവൈലൻസ് യൂണിറ്റും ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് വീണ്ടും എടുത്ത് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ IDSPക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് ഞാൻ മറ്റൊരു ടേമും കൂടി പറഞ്ഞത് MCTS. എന്താണ് MCTS എന്ന് പറയുന്നത്? ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇന്ത്യ. MCTS എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ മദർ ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആൻ ഇന്നോവേറ്റീവ് വെബ് ബേസ്ഡ് നെയിം ബേസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം which enables health workers to ensure timely delivery of full complement of maternal and child health care services to pregnant women and children up to 5 years of age. അതായത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കെയറും, മെറ്റേണൽ കെയറും ചൈൽഡ് ഹെൽത്ത് കെയറും സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം, വെബ് ബേസ്ഡ് ആയിട്ടുള്ള നെയിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് സിസ്റ്റം, അതിനെയാണ് MCTS എന്ന് പറയുന്നത്, മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. സോ ഈ മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, മറ്റൊന്ന് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഇത് 3ഉം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ ഫങ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, പ്രൊമോട്ട് ആൻഡ് ഫെസിലിറ്റേറ്റ് ടൈംലി ഡെലിവറി ഓഫ് ഫുൾ സർവീസസ് ടു ബെനിഫിഷ്യറീസ്. നമ്മുടെ ഇവിടുത്തെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരുമാണ്. അവർക്ക് സമയത്തിനനുസരിച്ചിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കെയർ ഫെസിലിറ്റീസും ഡെലിവർ ചെയ്യുക. അതുപോലെ സർവീസ് ഡെലിവറി കവറേജ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ MCTSൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക, മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാ ലെവലിലും ആവശ്യത്തിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് MCTS? റെഡ്യൂസ് IMR, MMR, TFR, timely delivery of full services to beneficiaries, improve service delivery coverage. Next one, to strengthen healthcare delivery system, to establish robust monitoring system at all levels. ഇനി എന്തൊക്കെ ഡേറ്റയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ പല ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ഈ MCTSലാണെങ്കിൽ എന്തൊക്കെ ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്? ഡേറ്റ ക്യാപ്ചേർഡ് അണ്ടർ MCTS. ഫസ്റ്റ് വൺ, ഇൻ്റഗ്രേറ്റഡ് RCH വില്ലേജ് വൈസ് രജിസ്റ്റർ. അവിടെ എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, പ്രഗ്നൻറ്റ് വുമണിനെ കുറിച്ച് ലൊക്കേഷൻ, ഓരോ പ്രഗ്നൻറ്റ് വുമൻ്റെ ലൊക്കേഷൻ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, അഡ്രസ്സ് എല്ലാം കൃത്യമായിട്ട് ഡേറ്റ. പിന്നെ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, JSY, പിന്നെ അതുപോലെ കാസ്റ്റ്, UID, ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ നമ്പർ, ഇതെല്ലാം ഡേറ്റ, ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ. പിന്നെ ഹെൽത്ത് പ്രൊവൈഡഡ് ഡീറ്റെയിൽസ്, ANM ആരാണ്, ആശാ വർക്കർ ആരാണ്, അതെല്ലാം. ഇതുപോലെ ലിങ്ക്ഡ് ഫെസിലിറ്റി ഫോർ ഡെലിവറി എല്ലാം തന്നെ അവിടെ ഡേറ്റ കളക്ട് ചെയ്യണം. പിന്നെ ANC ഡീറ്റെയിൽ, ആൻറ്റിനേറ്റൽ കെയർ ഡീറ്റെയിൽസ്, LMP, ആൻറ്റിനേറ്റൽ കെയർ ഡേറ്റ്, TT ഡോസ്, അയൺ ആൻഡ് ഫോളിക് ആസിഡ് അഡ്മിനിസ്ട്രേഷൻ, അനീമിയ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. പ്രഗ്നൻസി ഔട്ട്കം, എവിടെയാണ് പ്ലേസ് ഓഫ് ഡെലിവറി, ഡേറ്റ് ഓഫ് ഡെലിവറി, എന്തൊക്കെ JSY ബെനിഫിറ്റ്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ PNC, പോസ്റ്റ് നേറ്റൽ കെയർ ഡീറ്റെയിൽസ്, ഡേറ്റ്, ഇൻഫൻറ്റ് ഡീറ്റെയിൽസ്, ഇതെല്ലാം പ്രഗ്നൻറ്റ് വുമണിൽ നിന്ന് കളക്ട് ചെയ്യണം. അത് MCTSൽ ആഡ് ചെയ്യുന്ന ഡേറ്റയാണ്. അതുപോലെ കുട്ടികളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഹെൽത്ത് പ്രൊവൈഡർ ഡീറ്റെയിൽസ്, ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ്, ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു MCTSന് വേണ്ടി, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടി കളക്ട് ചെയ്യണം. ഓക്കെ, മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് ആൻഡ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്താണെന്ന് നോക്കാം. MCTFC, മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് ആൻഡ് ഫെസിലിറ്റേഷൻ സെൻറ്റർ.
എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ ഡേറ്റാസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഇൻ്റർവെൻഷൻസ് നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ആളുകൾക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സപ്പോർട്ടീവായിട്ട് മാറുക, ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറുക. ഇതാണ് മൂന്നുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് for applications used for flow of information. IVRS based application, interactive voice response കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് IVRS based application, interactive voice response, a series of specially customized 18 health messages on reproductive and maternal and child health in simple Hindi dialect to be disseminated as audio messages through mobiles. നമ്മുടെ ഫോണിലുള്ള ഈ ആപ്ലിക്കേഷൻ വഴി എന്ത് ചെയ്യുന്നു, ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കുന്ന പ്രഗ്നൻസിയെക്കുറിച്ചും ന്യൂ ബോണിൻ്റെ കെയറിനെ കുറിച്ചും ഒക്കെ അറിയുന്ന 18 ഹെൽത്ത് മെസ്സേജസ് വോയിസ് ആയിട്ടാണ് അതിൽ കിട്ടുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ വരുന്നത് മൊബൈൽ അക്കാഡമി ഫോർ ട്രെയിനിങ് ആശാസ് ANM ടു ഇൻക്രീസ് അവയർനെസ്. ആശാ വർക്കേഴ്സിന് ANM വർക്കേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ ഇൻഫൻസിൻ്റെ പാരൻസിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു. ട്രെയിനിങ്ങും എല്ലാം ഈ ഒരു മൊബൈൽ അക്കാഡമി വഴി കൊടുക്കുന്നുണ്ട്. ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആശാ ഐഡൻറ്റിറ്റി പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലും ആശാ വർക്കേഴ്സ് അവിടുത്തെ ആ ഏരിയയിലുള്ള പ്രഗ്നൻറ്റ് വുമനും ചിൽഡ്രനെയും മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു ആൻറ്റിനേറ്റൽ മെറ്റർണിറ്റി ഒരു കെയർ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡേറ്റ എല്ലാം PHCയിലും CHCയിലും ബ്ലോക്ക് ലെവലിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, ന്യൂ ബെൻഷൻ അത് അപ്ഡേറ്റഡ് ആയി വർക്ക് പ്ലാൻ അവിടെ ഉണ്ടാകുന്നു. SMS ആയിട്ട് അമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അവിടെ ഇത് നടപ്പിലാകുന്നത് എങ്ങനെയാണ്, നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് ട്രാക്കിംഗ് ആൻഡ് ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് ഈ ഡേറ്റ എല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി അതുപോലെ മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് USSD ആപ്ലിക്കേഷൻ, അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡേറ്റ. ഇതും ഒരു ഗ്ലോബൽ സിസ്റ്റമാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ സിസ്റ്റമാണ്. അവിടെയും വാലിഡേറ്റഡ് ആയിട്ട് അവൈലബിൾ ടു ബി ദ വാലിഡേറ്റഡ് മൊബൈൽ നമ്പേഴ്സ്, കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും നമ്മളല്ല ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഈ ഒരു ട്രാക്ക് MCTS എന്താണ്, ANM ആശാ വർക്കേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലാൻ കിട്ടും. പിന്നെ ബെസ്റ്റ് വർക്ക് പ്ലാൻ SMS കിട്ടും. മൈക്രോ പ്ലാനിങ് ഫോർ ഫൈൽഡ് വിസിറ്റ്, അതുപോലെ ഡ്യൂ സ്ലിപ്പ് ഇതൊക്കെയാണ് അവർക്ക് ലഭിക്കും. ഒരു ഗൈഡൻസ് കിട്ടും. ബെനിഫിഷ്യറീസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം അവിടെ കയ്യിലെത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് MCTSൻ്റെ. നെക്സ്റ്റ് അടുത്ത് വരുന്നത് സർവൈലൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ്, ഇൻഫർമേഷൻ കളക്റ്റഡ് ഇൻ IDSP, ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. Under integrated disease surveillance program, there are 3 types of surveillance used for collecting data. നമുക്കവിടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റുട്ടീൻ സർവൈലൻസ്. റുട്ടീൻ സർവൈലൻസ് എന്ന് വെച്ചാൽ സാധാരണമായിട്ടുള്ള രീതിയിൽ അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനാണ് റുട്ടീൻ സർവൈലൻസ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് വീക്ക്ലി റിപ്പോർട്ടിംഗ് ഓഫ് എഗ്രിഗേറ്റ് ഡേറ്റ കളക്റ്റഡ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് കേസ് ഡെഫിനിഷൻ ത്രൂ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ്. ഈവൻറ്റ് ബേസ്ഡ് സർവൈലൻസും അതുപോലെ ഓരോ സംഭവങ്ങൾ പുതുതായിട്ട് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇനി രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട് ബ്രേക്ക് സർവൈലൻസ്. റുട്ടീൻ സർവൈലൻസ് പീരിയോഡിക് ആയിട്ട് ഇപ്പോൾ ഓരോ മാസം ഒരു തവണയെങ്കിലും എന്നുള്ള രീതിയിൽ നമ്മൾ സർവൈലൻസ് നടത്തുന്നുണ്ട്. അത് കൂടാതെ പെട്ടെന്ന് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് ഒരു പ്രദേശം മുഴുവൻ നിപ്പ പടർന്നു, കൊറോണ പടർന്നു, അതുപോലെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മലേറിയ വരുന്നു, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു ഈവൻ്റ്, ആ ഒരു സംഭവം ബേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, സർവൈലൻസ് അവിടെ അനാലിസിസ് നടത്തുകയും ചെയ്യുന്നു. പിന്നെ സ്പെഷ്യൽ സർവൈലൻസ്, എക്സാമ്പിൾ ലൈക്ക് ഒരു സുനാമി വന്നു, അല്ലെങ്കിൽ ഓക്കി ദുരന്തം വന്നു. അപ്പോൾ ഇതുപോലെ പല ദുരന്തങ്ങൾ, ഡിസാസ്റ്റർ സംഭവിക്കും, അതിനുശേഷം അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു മാസ് ഗ്യാതറിങ് എല്ലാ നാട്ടുകാരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സർവൈലൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള സർവൈലൻസുകളാണ് അവിടെ വരുന്നത്. 1 റുട്ടീൻ സർവൈലൻസ്, 2 ഔട്ട് ബ്രേക്ക് സർവൈലൻസ്, 2 സ്പെഷ്യൽ സർവൈലൻസ്. ഇനി എന്താണ് റിപ്പോർട്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? റിപ്പോർട്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സർവൈലൻസ് നടത്തിയിട്ട് കിട്ടുന്ന ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം, അതിനാണ് റിപ്പോർട്ടിംഗ് യൂണിറ്റ്. എ റിപ്പോർട്ടിംഗ് യൂണിറ്റ് ഈസ് എ ഹെൽത്ത് ഫെസിലിറ്റി ഓർ ലബോറട്ടറി ഇൻ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ ലോക്കേറ്റഡ് എയ്തർ ഇൻ റൂറൽ ഓർ അർബൻ ഏരിയ which collect information of the health conditions identified under integrated disease surveillance program in specified format. നമ്മൾ ഓരോ സർവൈലൻസ് പ്രോഗ്രാമിലൂടെ കളക്ട് ചെയ്യുന്ന ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അപ്ഡേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് ഈ റിപ്പോർട്ടിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് യൂണിറ്റ് മാത്രമല്ല, ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ് ഉണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ
അതിനുള്ളിൽ ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റുകളുണ്ട്. അവിടെയും ഇലക്ട്രോണിക്കലി ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്നു. CHSCയിലായാലും മെഡിക്കൽ കോളേജസുകളിലായാലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഒരു ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അവിടെ കിട്ടുന്ന ഡേറ്റ എല്ലാം അവരും അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എവിടെയൊക്കെ സംഭവിച്ചത്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്, അതെങ്ങനെ കൂടുതൽ മോശാവസ്ഥയിലോട്ട് പോകാതെ നമുക്ക് തടയാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ നടക്കുകയും മനസ്സിലാക്കാനും പറ്റും. ഇനി നമ്മൾ ഈ പറഞ്ഞ കളക്ട് ചെയ്ത കളക്ട് ചെയ്ത് അത് അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യണം മെത്തേഡുകൾ. അപ്പോൾ ഈ മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. നമുക്ക് ഈ ഒരു മെത്തേഡുകളെല്ലാം തന്നെ നമ്മൾ റിസർച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ കളക്ഷൻ മെത്തേഡുകൾ പറഞ്ഞു തരാം. മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഒന്ന് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് ഉണ്ട്, അതിൽ വരുന്നതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അത് വേണ്ട, കാരണം നമ്മൾ ഇതൊക്കെ പലയിടത്തും വായിച്ചിട്ടാണ് ഉള്ളതാണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡിൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവും വരുന്നുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കൊക്കെയാണോ നമുക്ക് ആരിൽ നിന്നൊക്കെയാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ ആൻസർ കളക്ട് ചെയ്യുന്നു. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആകുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്നായിരിക്കും നടക്കുന്നത്, ടാസ്ക് ഓഫ് അനാലിസിസ് വളരെ ഈസി ആയിരിക്കും, സ്യൂട്ടബിൾ അല്ല വലിയ ഒരു കൂട്ടം ആൾക്കാർക്കും നമുക്ക് ഈ ഒരു സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ പോസിബിൾ ആണ്. പിന്നെ സെമി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും, പക്ഷെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ ഒന്നും നമുക്ക് അവിടെ സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡ്. ഇത് കൂടാതെ തന്നെ അടുത്ത് വരുന്നത് ക്വസ്റ്റ്യനെയറും എന്താണ്, അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് ഒരു പ്രിൻ്റ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടാകാം. ഇലക്ട്രോണിക്കലിയോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടോ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളവിടെ നേരിട്ട് ആ ഒരു ഇൻ്റർവ്യൂവും കാണുന്നില്ല, ഫേസ് ടു ഫേസ് സെക്ഷൻ അവിടെ ഇല്ല. പകരം നമ്മൾ ഈ പേപ്പർ കൊടുത്തിട്ട് അവരതിൽ ആൻസർ ചെയ്യുന്നു, നമ്മളത് അനലൈസ് ചെയ്യുന്നു. അതാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതും അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ലാർജ് ഗ്രൂപ്പിനും കൂടെ നമുക്ക് പാർട്ടിസിപ്പൻസ് നമുക്ക് ഈ ഒരു മെത്തേഡ് സൈമിൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാകാനുള്ള ഒരു കൃത്യത ചിലപ്പോൾ അവിടെ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാം, അല്ല എങ്കിൽ എന്താ പറയുക, ഒരു പലതും ഫില്ല് ചെയ്യാതെ പോകാം, നമുക്കൊരു കൃത്യത കിട്ടത്തില്ല, ഒരു റീലിയബിലിറ്റി അവിടെ കിട്ടത്തില്ല, ആക്യുറസി അവിടെ കുറയും. നെക്സ്റ്റ് അടുത്തൊരു പ്രൈമറി മെത്തേഡ് തന്നെയുള്ള മറ്റൊരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒബ്സർവ് ചെയ്യുന്നു, അവരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി എടുക്കുന്ന ഡേറ്റ. ഡയറക്റ്റ് അപ്രോച്ച്, അതാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷനുണ്ട്, സെമി സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻസും ഉണ്ട്. സ്ട്രക്ചേർഡ് മീൻസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ പ്രകാരമുള്ള ഒബ്സർവേഷൻ, അതാണ് സ്ട്രക്ചേർഡ്. സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജനറൽ ഐഡിയ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ, എക്സാക്ട് പ്ലാൻ ഒന്നും ഇല്ല. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അവിടെ ഒരു പ്ലാനിങ് ഒന്നും തന്നെ ഇല്ലാതെയാണ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഡേറ്റ കളക്ഷൻ മെത്തേഡിൽ വരുന്നതാണ് സെൻസസ്, ഹൗസ് ഹോൾഡ് സർവേ ഡേറ്റ, രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഈവൻറ്റ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, ഫയലുകളും റെക്കോർഡുകളും, നാഷണൽ സർവേ, റെക്കോർഡ് ലിങ്കേജ്, എപ്പിഡമിയോളജിക്കൽ സർവേലൻസ്, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേറ്റ, പോപ്പുലേഷൻ സർവേ, കമ്പ്യൂട്ടർ ഡേറ്റാ ബേസസ്, ഇൻഡസ്ട്രി ഓർ ഗവൺമെൻറ് റിപ്പോർട്ട്സ്, അതർ റിപ്പോർട്ട്സ് ഓർ പ്രയോർ ഇവാലുവേഷൻസ്, ഇലക്ട്രോണിക് മെയിലിംഗ് ലിസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, ഡോക്യുമെൻറ്റ്സ് പലതരത്തിലുള്ള ബഡ്ജറ്റ്, ഓർഗനൈസേഷൻ ചാർട്ട്, പോളിസി, പ്രൊസീജിയർ, മാപ്പ്, പിന്നെ മോണിറ്ററിംഗ് റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ റിപ്പോർട്ട്സ്, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഡേറ്റ എന്താണ്, ഇവയെല്ലാം സെക്കൻഡറി ഡേറ്റ കളക്ഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിസിപ്പൻറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ്ലി ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതെല്ലാം പ്രൈമറി ഡേറ്റ കളക്ഷൻ മെത്തേഡാണ്. അതിലാണ് നമുക്ക് ഇൻ്റർവ്യൂ, പിന്നെ ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ ഒബ്സർവേഷൻ മെത്തേഡ്, ഇത്രയും 3 മെത്തേഡാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി കളക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ സെൻസസ്, ഈ പറഞ്ഞ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ എഴുതാം. നമുക്ക് അവിടെ ഇൻഡയറക്ട്ലി ആണ് നമുക്ക് ഡേറ്റ അവിടെ കിട്ടുന്നത്. സെൻസസ് ഡേറ്റ, ഹൗസ് ഹോൾഡ് സർവേ ഡേറ്റ, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം, രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഈവൻറ്റ്സ്, ഡെത്ത്, അതുപോലെ ബർത്ത്, ഇതൊക്കെ നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആ ഡേറ്റ. ഫയലുകളും റെക്കോർഡുകളും, നാഷണൽ സർവേ, റെക്കോർഡ് ലിങ്കേജ്, എപ്പിഡമിയോളജിക്കൽ സർവൈലൻസ്, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഡേറ്റ, പോപ്പുലേഷൻ സർവേ, കമ്പ്യൂട്ടർ ഡേറ്റാ ബേസസ്, അത് ഇൻഡസ്ട്രി ഓർ ഗവൺമെൻറ് റിപ്പോർട്ട്സ്, പിന്നെ ഇതുകൂടെ പ്രയോർ ഇവാലുവേഷൻസ്, മറ്റ് റിപ്പോർട്ടുകളുടെ ഇവാലുവേഷൻസ്, ഇലക്ട്രോണിക് മെയിലിംഗ് ലിസ്റ്റ്, ഡിസ്കഷൻ ഗ്രൂപ്പ്സ്, ഡോക്യുമെൻറ്റ്സ്,
ന്യൂസ് പേപ്പർ. അപ്പോൾ ഇതെല്ലാം സെക്കൻഡറി ഡേറ്റ. അപ്പോൾ ഇത് കളക്ട് ചെയ്യുമ്പോൾ ഉള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച്, അപ്പോൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ നമുക്ക് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അനാലിസിസിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് പഠിക്കുന്നുണ്ട്. സെയിം അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നാട്ടിലുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ എല്ലാം കളക്ട് ചെയ്തു. ഇനി ഈ ഡേറ്റ നമ്മൾ കമ്പയർ ചെയ്യണം. ട്രിവാൻഡ്രം പോലെയാണോ കൊല്ലത്ത് സംഭവങ്ങൾ, അല്ലെങ്കിൽ കൊല്ലത്ത് പോലെയാണോ മലപ്പുറത്ത് സംഭവങ്ങൾ, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വെച്ച് നമുക്കവിടെ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യും. സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജ് കണ്ടെത്തും. അത് തന്നെ പല രീതിയിലുണ്ട്. ഒന്ന് മീൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ആവറേജ് കണ്ടെത്തുക അല്ലേ, അതാണ് മീൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ വാല്യൂസ് അവിടെ ഉണ്ടോ അവയെല്ലാം ആഡ് ചെയ്ത് എത്ര വാല്യൂ 1 2 3 4 5 ആ വാല്യൂ നമ്പർ കൊണ്ട് എത്ര നമ്പർ എന്നുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് മീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ആദ്യം നമ്മൾ അനാലിസിസിൽ മീൻ കണ്ടെത്തുന്നു. മീൻ മീൻസ് that is the mean of set of values is the best known measure of central tendency. ജസ്റ്റ് ന്യൂമറിക്കൽ ആവറേജ് ആണ് നമ്മളവിടെ കണ്ടെത്തുന്നത്. നമുക്കുള്ള വാല്യൂസിനെ ആഡ് ചെയ്ത് നമ്പർ ഓഫ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ വാല്യൂ കിട്ടും. നെക്സ്റ്റ് രണ്ടാമത്തെ അനാലിസിസ് ആണ് മീഡിയൻ. എന്താണ് മീഡിയൻ എന്ന് പറയുന്നത്? മിഡിൽ വാല്യൂ. നമുക്കൊരു 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അസെൻഡിങ് ഓർഡറിൽ നമ്മളവിടെ അറേഞ്ച് ചെയ്യുന്നു. 1 3 8 15 20 ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളവിടെ അറേഞ്ച് ചെയ്യുന്നു. അവിടെ അറേഞ്ച് ചെയ്തിട്ട് ഏറ്റവും മിഡിലുള്ള വാല്യൂ നമ്മൾ എടുക്കുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിൽ സെൻട്രൽ വാല്യൂ നമ്മൾ എടുക്കുന്നു. അതിനെ മീഡിയൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് മോഡ്. എന്താണ് മോഡ് എന്ന് പറയുന്നത്? മോസ്റ്റ് റിപ്പീറ്റഡ്ലി ഒക്കറിങ് നമ്പർ ഇൻ എ സെറ്റ് ഓഫ് ഡേറ്റ. ഒരു 25 ഒബ്സർവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചില വാല്യൂസ് ഒരുപാട് തവണ നമ്മുടെ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. 11 5 തവണ റിപ്പീറ്റ് ചെയ്തു, 24 7 തവണ റിപ്പീറ്റ് ചെയ്തു, 12 10 തവണ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഏത് വാല്യൂ ആണ് വന്നത് അതിനെ നമ്മളവിടെ മോഡായിട്ട് എടുക്കുന്നു. അങ്ങനെ 3 തരത്തിലുള്ള അനാലിസിസ് അവിടെ നടക്കും. ഫസ്റ്റ് വൺ, അതിന് സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ 3 മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്: മീന്, മീഡിയൻ, മോഡ്. നെക്സ്റ്റ് അതിൻ്റെ വേരിയബിലിറ്റി. അതായത് ഒരു 25 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഏത് വാല്യൂ ആണ് സെൻട്രൽ വരുന്നത്, അതിൻ്റെ എത്രത്തോളം ചുറ്റളവിൽ എത്രത്തോളം വ്യാപൃതമായിട്ട് അത് വേരി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ 3 കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്. അത് 3 ഒന്ന് റേഞ്ച് കണ്ടെത്തുന്നു, മറ്റൊന്ന് ആവറേജ് ഡീവിയേഷൻ കണ്ടെത്തുന്നു, മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ 3 മെത്തേഡ് വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, വേരിയബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് റേഞ്ച്. Range is the difference between largest value and the smallest value. 10 ഒബ്സർവേഷൻ വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ വാല്യൂ എക്സും ഏറ്റവും ചെറിയ വാല്യൂ വൈയും ആണെങ്കിൽ എക്സ് മൈനസ് വൈ. ഇതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ഡീവിയേഷൻ ഇസ് ദ ആവറേജ് ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ദ അരിത്മെറ്റിക് മീൻ. നമ്മൾ ആദ്യം ടോട്ടലി സം കാണുന്നു, പിന്നെ എത്ര ഡേറ്റ പോയിന്റ് ഉണ്ടാകുമെന്ന് നോക്കുന്നു, ടോട്ടൽ മീൻ കണ്ടെത്തി അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീൻ ഡീവിയേഷൻ അവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, അതിന് SD എന്നാണ് പറയുന്നത്. SD കണക്കാക്കുന്നതും ഇതുപോലെ തന്നെയാണ്. എക്സ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ സം ഓഫ്, അതായത് എക്സ് മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ എടുത്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സം എടുത്തിട്ട് അതിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത്. ഇത് നമ്മൾ റിസർച്ചിൽ പഠിക്കും. അവിടെ ഞാൻ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീസ് സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്തൊക്കെ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇത് അനാലിസിസ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു മെത്തേഡാണ് ടാബുലേഷൻ. നമുക്ക് ടാബുലാർ കോളത്തിനകത്ത് ഇപ്പോൾ നമുക്ക് വെറുതെ രാജൻ 25 അല്ലെങ്കിൽ വേണ്ട ട്രിവാൻഡ്രം 50, കൊല്ലം 75, അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിൻ്റെ ഒരു കോളത്തിലായിട്ട് നമുക്ക് കോളവും റോയ്സും ഒക്കെ കൊടുത്തിട്ട് ടാബുലേഷൻ നടത്തി നമുക്ക് അതിലൂടെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുപോലെ ചാർട്ട് ആൻഡ് ഡയഗ്രാംസും. പലതരത്തിലുള്ള ചാർട്ട് ആൻഡ് ഡയഗ്രാംസ് ഉണ്ട്. ബാർ ചാർട്ടുണ്ട്, സിമ്പിൾ ബാർ ചാർട്ടുണ്ട്, ഹൊറിസോണ്ടൽ ബാർ ചാർട്ടുണ്ട്, മൾട്ടിപ്പിൾ ബാർ ചാർട്ടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹിസ്റ്റോഗ്രാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലൈൻ ഗ്രാഫ് ഉണ്ട്, അതുപോലെ സ്പോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫുകളുണ്ട്, പൈ ചാർട്ടുകളുണ്ട്. അങ്ങനെ പല മെത്തേഡുകളിലൂടെ നമുക്ക് ഈ ഒരു കിട്ടുന്ന ഡേറ്റ പ്രസൻറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും
സാധിക്കും. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്അഗ്രിഗേഷൻ ഓഫ് ഡേറ്റ. എന്താണ് ഡിസ്അഗ്രിഗേറ്റഡ് ഡേറ്റ എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ സെപ്പറേഷൻ ഓഫ് കമ്പൈൽഡ് ഇൻഫർമേഷൻ ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ടു എലിസിഡേറ്റ് അണ്ടർലൈങ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ. നമ്മൾ ടോട്ടലി കളക്ട് ചെയ്ത ഡേറ്റയെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സംസ്ഥാനത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു ഡിസീസിനെ ഒരു ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത്. ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം വഴി ഡയബറ്റീസിൻ്റെ ഡേറ്റ ഒരു സംസ്ഥാനം മുഴുവനായിട്ട് കണ്ടെത്തി. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിനെ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഏജ് പ്രകാരമോ സെക്സ് പ്രകാരമോ ജിയോഗ്രാഫിക് ഏരിയ പ്രകാരമോ എഡ്യൂക്കേഷൻ പ്രകാരമോ എത്നിസിറ്റി പ്രകാരം മറ്റെന്തെങ്കിലും സോഷ്യോ എക്കണോമിക് വേരിയബിൾസ് അനുസരിച്ച് പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തരം തിരിക്കുന്നതിനാണ് ഡിസ്അഗ്രിഗേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ കുറച്ച് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനും ഏതൊക്കെയാണ് എക്സാക്ട്ലി വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് മനസ്സിലാക്കാനും പോപ്പുലേഷൻ്റെ ആ ഒരു ജനതയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും പ്രോബ്ലം എന്താണെന്നും ഡിറ്റക്റ്റ് ചെയ്യാനും പാറ്റേണും ആവശ്യങ്ങളൊക്കെ നീഡ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും മോണിറ്ററിങ് ഈക്വാലിറ്റിയോടെ നടക്കാനും അതുപോലെ എന്താ പറയുക റിസോഴ്സ് ടാർഗറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും പ്രോഗ്രസ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രയാണെന്ന് മെഷർ ചെയ്യാനും ഒക്കെ പലതും ഡേറ്റാസ് കമ്പാരിസൺ ചെയ്യാനും ഒക്കെ നമുക്കിത് സാധിക്കും. ടോട്ടലി ഉള്ള ഡേറ്റയെ തന്നെ നമ്മൾ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ 0 മുതൽ 90 വയസ്സുള്ള 90 ഇയർ വരെ പ്രായമുള്ള ആൾക്കാരുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് 0 to 1, 1 to 5, 5 to 10, 10 to 20, 20 to 50 അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അതിൽ തന്നെ ഫീമെയിൽ, മെയിൽ, പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റീവ് വുമൺ, അല്ലെങ്കിൽ ഓൾഡ് ഏജ്, അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ്, അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാനും മെഷർമെൻറ്റുകൾ എടുക്കാനും കമ്പയർ ചെയ്യാനും അതിൻ്റെ ഔട്ട്കം ഇൻ്റർവെൻഷൻസ് കുറച്ചുകൂടി നന്നായിട്ട് നടത്താനും പറ്റും. അപ്പോൾ ഇതാണ് ഡിസഗ്രിഗേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെമ്മിൽ അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 പഠിച്ചപ്പോൾ നമ്മളവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ ഉള്ളത് പല റേറ്റ് റേഷ്യോസ് ഒക്കെ വേണമെങ്കിൽ 2 മാർക്കിന് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ്, അല്ലെങ്കിൽ അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് പ്രിവലൻസ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൂഡ് ഡെത്ത് റേറ്റ് ആൻഡ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് അതെന്താണ് മീനിങ് എന്ന്, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡെഫിനിഷൻ വെച്ചിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് 3rd യൂണിറ്റ്.